ഹായ്. ഹലോ. ഹലോ എല്ലാവർക്കും ARJ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് രേവതി സിനിമാസിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളിപ്പം ദേവദൂതൻ കാണാനുള്ള പോക്കാണ് ഗൈസ്. പല പ്രാവശ്യം TV യിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷേ ആദ്യം കണ്ട നാൾ മുതൽ തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടാൽ അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കാര്യങ്ങളും പാട്ടുകളൊക്കെ തിയേറ്ററിൽ കേട്ടാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് അന്ന് മുതലേ ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിനിപ്പം ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. കാരണം ആ ഒരു പടം ഇപ്പം 4K ഡോൾബി ആറ്റ്മോസ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ഇപ്പം റിലീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു റിലീസ് ചെയ്ത പടം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്ത പടം കാണാനായിട്ടാണ് രണ്ടാമത്തെ ദിവസം ഇത്രയും ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നത്. എൻ്റെ കൂടെ വന്ന് 2 പേർക്ക് പോപ്കോൺ ഇല്ലാതെ സിനിമ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരെന്നെ ക്യൂയിൽ നിർത്തിയിട്ട് പോപ്കോൺ മേടിക്കാൻ പോയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ ക്യൂയിൽ നിന്ന് ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറാം. കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുകളിൽ ഒന്നിലാണ് നമ്മൾ ഇന്ന് പടം കാണുന്നത്, പാരിപ്പള്ളിയിലെ രേവതി സിനിമാസ്. ശരിക്കും പടം തുടങ്ങാൻ ടൈമായി ഗൈസ്. ഇവിടെ മൊത്തത്തിൽ 3 സ്ക്രീൻസ് ആണുള്ളത്. അതിനകത്ത് ഏറ്റവും വലിയ സ്ക്രീൻ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വലിയ സ്ക്രീനുകളിൽ ഒന്നിലാണ് നമ്മളിന്ന് പടം കാണാൻ പോകുന്നത്, പാരിപ്പള്ളി രേവതി സിനിമാസിലെ OD 1. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രീനുകളിലൊന്നാണ്. ഞാനിങ്ങ് കയറിയപ്പോഴത്തേക്കും പടം ഇട്ട് ഗൈസ്. പോപ്കോൺ മേടിക്കാൻ പോയവരെ കാണുന്നില്ല, അവരെയും കാത്ത് നിൽക്കുകയാണ്. ശരിക്കും ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടൻ്റെ ഒരു അസാമാന്യ പ്രകടനമാണ് ഈ ഒരു സിനിമയിൽ. അത് ബിഗ് സ്ക്രീനിൽ ആദ്യമായി കാണാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ കയറി ഇരുന്നപ്പോഴത്തേക്കും ടൈറ്റിൽ കാണിച്ചു. ശരിക്കും ആ ഒരു ആദ്യത്തെ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സോങ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം വിദ്യാസാഗർ എന്ന ലെജൻഡിൻ്റെ ഒരു ഒന്നൊന്നര കിടുക്കാച്ചി ഐറ്റമാണ്. വേറെ ലെവൽ ഫീലായിരുന്നു അത് തിയേറ്ററിൽ കേൾക്കാനായിട്ട്. ഒരുപാട് കൊതിച്ചതാണ് ഈ ഒരു സോങ് അത് തിയേറ്ററിൽ കേൾക്കണമെന്നുള്ളത്. ലോകപ്രശസ്തമായ ക്രാഫ്റ്റ് ഫെർട്ടിലിറ്റി സെന്റർ കുഞ്ഞില്ലാത്തവർക്ക് കൊടുക്കുന്നു സാന്ത്വന പദ്ധതി. IVF ട്രീറ്റ്മെന്റ് നടത്തി ശരിയായ ഫലം ലഭിക്കാത്തവർക്ക് IVF കണ്ണടയുടെ ഗുഡ് ബൈ പറയാം. എക്സ്പീരിയൻസ് ഫെംറ്റോലാസ്റ്റിക് അറ്റ് പ്രിസൈസ് ലാസ്റ്റിക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വെടിച്ച് ലൈറ്റാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ 4K റിലീസിന്റെ ട്രെയിലർ. ഒരു രക്ഷയില്ലാത്ത ഐറ്റം, ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. അമ്മാതിരി ട്രെയിലർ കട്ട്സും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മിക്സിങ്ങും ഒരു രക്ഷയില്ലാത്ത ട്രെയിലറാണ്. ഇനി പക്ക അടുത്ത റിലീസ് പടം കാണാൻ പോണത് മണിച്ചിത്രത്താഴ്. അങ്ങനെ പടം തീർന്ന ഗൈസ്. ഒരു അന്യായ എക്സ്പീരിയൻസ്. കുറച്ച് കൂടുതൽ കാര്യം നിങ്ങളോട് പറയാനായിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ ഒരു പടം അത് റിലീസ് ചെയ്ത് അത് കാണാനാണെന്ന് ഓർക്കുമ്പോഴേ അത് ശരിക്കും ഒരു രോമാഞ്ചം തരുന്നൊരു കാര്യമാണ്. അത് വേറെ ആർക്ക് സാധിക്കും? ശരിക്കും ലാലേട്ടൻ്റെ ആ ഒരു ഫിലിമോഗ്രഫി തന്നെ അത്തരത്തിലുള്ള ഒരുപാട് പടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങനെ സിനിമയും കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ പൊന്നേ, പൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ആ ഒരു സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഉള്ള തിയേറ്ററിൽ പോയി കണ്ട ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു പടത്തിൽ നമ്മൾ TV യിൽ കണ്ട ദേവദൂതനിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് സീൻസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ലാലേട്ടൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഫൈറ്റ്, അതേപോലെ രണ്ടാമത്തെ ഒരു കുതിരവണ്ടി തേടി പോകുമ്പോൾ ഉള്ളൊരു ഫൈറ്റൊക്കെ ഇല്ലേ, ആ 2 ഫൈറ്റുകളും ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ കോമഡീസ് ഉണ്ടായിരുന്നു. ജഗദീഷ് ശ്രീകുമാറിൻ്റെ കുറേ കോമഡീസ് ഈ ഒരു സിനിമയ്ക്കകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്കത് അന്നേ കണ്ടപ്പോഴത്തേക്കും ഇത്തരത്തിലുള്ളൊരു ജേണറിലേക്ക് അങ്ങനെ ഒരു കോമഡി കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു. അത് അവർ ഈ ഒരു സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു സിനിമ മൊത്തത്തിൽ ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു മൂഡ് പിടിച്ചിട്ട് ആ ഒരു ഫ്ലോയിൽ പോകുന്ന ഒരു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു പുതിയ പടം കാണുന്ന അതേ ഒരു ക്യൂരിയോസിറ്റിയോടെ ഇരുന്ന് പടം മുഴുവനും കാണാനായിട്ട് സാധിച്ചു. ഫ്രെയിംസ് എല്ലാം, ഓരോ ഫ്രെയിംസും ലാലേട്ടൻ്റെ അഭിനയമായാലും മൊത്തത്തിൽ ഈ ഒരു പടം കാണുമ്പോഴത്തേക്കും ഞാൻ ഇതിനു മുമ്പ് TV യിൽ കണ്ട പടമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ അത്രയ്ക്ക് ഇങ്ങനെ ലയിച്ചിരുന്ന് കാണുമായിരുന്നു തിയേറ്ററിൽ. അമ്മാതിരി ഒരു ഫ്രഷ് ഫീൽ പടം. ഈ ഒരു സിനിമയുടെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു തിയേറ്ററിൽ. അതെന്ന് പറഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും വിദ്യാസാഗർ
ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നി ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും. ഒരു അത്ഭുതമായിട്ട് തോന്നി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. അമ്മാതിരി കിഡിലൻ ഐറ്റംസ്. നമ്മൾ നേരത്തെ ഫോണിലും ടി വിയിലും ഒന്നും കേട്ടതൊന്നും അല്ലെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സംഭവം തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ഇടയ്ക്ക് കണ്ട മണിച്ചിത്രത്താഴിന്റെ ട്രെയിലർ, അത് വേറൊരു പൊളപ്പൻ സാധനം. ട്രെയിലർ കട്ട്സ്, ഒരു പുതിയ സിനിമയുടെ ട്രെയിലർ കാണുന്നതാണൊക്കെ എന്നെ ഇരുന്ന്. അമ്മാതിരി പൊളപ്പൻ കട്ട്സ്, അതിന്റെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം തിയേറ്ററിൽ കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ ശരിക്കും രോമാഞ്ചമായിരുന്നു. കാരണം ദേവദൂതൻ കണ്ടു, മണിച്ചിത്രത്താഴിന്റെ ട്രെയിലർ അത് ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിച്ചു. ഇനി മണിച്ചിത്രത്താഴ് പോയി കാണണം, അതിനിപ്പോ എവിടെ പോയി കാണണം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു റീ റിലീസ് സിനിമകളൊക്കെ കാണാൻ നേരത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്ററുകളിലെ പോയി കാണാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. ഞാൻ സ്ഫടികം റീ റിലീസ് ചെയ്തപ്പോഴത്തേക്കും രാഗത്തിലായിരുന്നു പോയി കണ്ടത്, തൃശ്ശൂർ രാഗം. അതേ ഇപ്പം ദേവദൂതൻ റിലീസ് ആയപ്പോഴത്തേക്കും പാരിപ്പള്ളി രേവതി, അവിടുത്തെ ബിഗ് സ്ക്രീൻ OD1 എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീനാണ്. കാരണം ഏറ്റവും വലിയൊരു സ്ക്രീനാണ്, സൗണ്ട് ക്വാളിറ്റി സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീനുകളിൽ ഒന്നാണ് രേവതിയിലത്. പിന്നെ ഏരീസ് ഫ്ലെക്സ്, ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററാണ്. അപ്പം അങ്ങനെ പ്രത്യേകതയുള്ള തിയേറ്ററുകൾ തപ്പിപ്പിടിച്ച് ഞാൻ ഈ ഒരു റീ റിലീസ് പടങ്ങളൊക്കെ കാണാനായിട്ട് പോകാറുള്ളൂ. ഇനിയിപ്പം മണിച്ചിത്രത്താഴ് എവിടെ കാണാൻ പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കാണാൻ പോകും, അത് വേറെ കാര്യമാണ്. കാരണം ഇന്നത്തെ ട്രെയിലറും കൂടെ കണ്ടപ്പോഴത്തേക്ക് അത് ഞാൻ ഉറപ്പിച്ച് അതൊരു ദേവദൂതൻ തന്നതിനെക്കാട്ടി ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് സ്ഫടികത്തെക്കാട്ടി ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് ദേവദൂതൻ തോന്നിയത്. അതിനെക്കാട്ടിയും ഗംഭീരമായിരിക്കുമെന്ന് 100% ഉറപ്പാണ് മണിച്ചിത്രത്താഴ്. അതാ ഇന്നത്തെ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഈ ഒരു റീ റിലീസ് പടം എന്നതിനുപരിയായിട്ട് കേരള ബോക്സ് ഓഫീസിൽ ചിലപ്പോൾ ഒരു വണ്ടറൊക്കെ സൃഷ്ടിച്ചേക്കാമെന്ന് എനിക്ക് ഇന്നത്തെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും തോന്നി മണിച്ചിത്രത്താഴിന്റെ. അപ്പോൾ എന്തായാലും അതിനായിട്ട് കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ കണ്ടിരിക്കും. ബൈ ബൈ.